മഴ തോരും മുൻപേയുടെ ഒരടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഷെറിനെ കണ്ട് അതിശയപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു ടോണി. അവൾ പറയുന്ന സംസാരങ്ങളും വാക്കുകളും ഒന്നും തന്നെ തനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ടോണിക്ക്. താൻ അന്ന് വന്നപ്പോൾ കണ്ട ഷെറിനെ ആയിരുന്നില്ല ടോണിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഷെറിനിലുണ്ടായ മാറ്റങ്ങൾ വിശ്വസിക്കാൻ പോലും ടോണിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എത്രത്തോളം ബോധപൂർവമാണ് അവളിപ്പോൾ തന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ ടോണി വളരെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു. ഇതേ സമയത്തായിരുന്നു അവരുടെ മുറിയിലേക്ക് അലീന കടന്നു വരുന്നത്. ടോണിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് തന്നെ അലീന അവരുടെ മുറിയിലേക്ക് കടന്നു. അലീന ടോണിയോടായി പറഞ്ഞു, ചേട്ടനെ എനിക്ക് പരിചയമില്ല, എനിക്കറിയാം സ്ഥാനം കൊണ്ട് എനിക്ക് അങ്കിളാണെന്ന്, എങ്കിലും ഞാനിപ്പോൾ ചേട്ടാന്ന് എന്നെ വിളിച്ചോട്ടെ. എൻ്റെ റിക്വസ്റ്റ് ചേട്ടൻ എടുക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും എടുത്തിട്ട് ഒരു കാര്യവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാലോ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഒരു അനാഥാലയത്തിൽ ഇത്രയൊക്കെ ആൾക്കാർ നോക്കാനുള്ളൊരു പെങ്കൊച്ച് അനാഥാലയത്തിൽ കിടന്ന് കഷ്ടപ്പെടരുതെന്ന് ആലോചിച്ചിട്ട് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ ദൈവത്തെ ഓർത്ത് ടോണിച്ചേട്ടൻ പോകണം. ഇപ്പോൾ ഈ നിൽക്കുന്ന എൻ്റെ ആൻറ്റി, റാണി ആൻറ്റിയുടെ മാറ്റങ്ങൾ ചേട്ടന് കണ്ട് മനസ്സിലാവുന്നതാണല്ലോ എന്ന് അലീന പറഞ്ഞപ്പോഴേ ടോണി അലീനയുടെ മുഖത്തേക്ക് അതിശയപൂർവ്വം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതുതന്നെയാണ് എന്നെയും അപ്പോൾ അതിശയിപ്പിച്ച് നിർത്തിയത്. ഷെറിനെ കാണാനായി ഞാൻ മുറിയിൽ കയറിയിട്ട് എനിക്കൊന്നും തന്നെ ഷെറിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഷെറിൻ്റെ ഓരോ വാക്കുകളും എന്നെ ഇവിടെ വരെ തളച്ച് നിർത്തിയതുപോലെയാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ടോണി പറയുന്നുണ്ട്. ഇത് കേട്ട് വന്ന ആൻസിയും ടോണിയോടായി പറയുന്നുണ്ട്, അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതേ അലീന കൊച്ചിനാണ്. അവൾ വന്നതിന് ശേഷമാണ് റാണിമോളിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ എല്ലാവരും കണ്ടു തുടങ്ങിയത്. എന്നതാ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. വല്ലാത്തൊരു മാറ്റം പഴയ റാണി നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടിയതുപോലെ. ഇപ്പോൾ ടോണിയെ ചോദിച്ച് ബഹളം വെക്കുകയോ ഒന്നും തന്നെ ഇല്ല. അവൾക്കെല്ലാം മനസ്സിലായതുപോലെയാണ് അവളിപ്പോൾ പെരുമാറുന്നതെന്ന്. എല്ലാവരും സംസാരിക്കുന്നത് കേട്ട് നിൽക്കുന്ന ഷെറിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നത് തന്നെക്കുറിച്ചാണെന്നും തൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണെന്നും തനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നല്ല ജീവിതത്തെക്കുറിച്ചുമാണെന്നൊക്കെ ഷെറിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഷെറിൻ്റെ അടുത്തേക്ക് നടന്ന് ചെന്നുകൊണ്ട് ടോണി ഷെറിനോടായി പറയുകയാണ്, എൻ്റെ മനസ്സ് മുഴുവൻ നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും തന്നെയായിരുന്നു ഒരു സമയം വരെ. പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പേ നീ എന്നോട് ഇതെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് എന്താണ് സംഭവിക്കുകയെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം അവിടെ നിന്ന് മുന്നോട്ട് പോയേനെ. ഒരിക്കലും ഞാൻ നിന്നിട്ടിട്ട് പോവില്ലായിരുന്നു. പക്ഷെ എല്ലാവരും എന്നെ ചതിച്ചതാണല്ലോ എന്ന് ആലോചിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു മനോവിഷമം അതെനിക്ക് ആരോടും പറഞ്ഞാൽ പോലും തീർക്കാൻ കഴിയാത്തതായിരുന്നു എന്ന് ടോണി പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നും അലീന പറയുന്നുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ടോണി ചേട്ടാ. ചേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഓരോരുത്തരുടെ മനസ്സിലും ഞങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജീവിതമാണല്ലോ പ്രാധാന്യം. അതുകൊണ്ട് അതൊന്നും ആരും വകവെക്കാത്തതാണെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അലീനയുടെ ഓരോ വാക്കുകളും സത്യമുള്ളതാണെന്ന് തോന്നിക്കൊണ്ട് തന്നെ ടോണി അലീനയ്ക്കരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കുട്ടി ഞങ്ങളെ എങ്ങനെ സഹായിക്കാമെന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ അലീന പറയുകയാണ്, എനിക്ക് സഹായിക്കാൻ കഴിയും. ചാച്ചൻ്റെ അടുത്ത് നിന്നോ ഇവിടുത്തെ പാപ്പന്മാരുടെ അടുത്ത് നിന്നോ എനിക്ക് ആ അഡ്രസ്സ് വാങ്ങിച്ച് ചേട്ടന് തരാൻ കഴിയും. അതിനെനിക്ക് കുറച്ച് സമയം തരണമെന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ടോണി അലീനയോട് പറയാണ്, ഞാൻ ഇങ്ങനെ വെറുതെ പോവാമെന്ന് വിചാരിച്ചല്ല ഇന്നിവിടേക്ക് കയറി വന്നത്. പക്ഷേ കുട്ടിയുടെ വാക്ക് തള്ളിക്കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ നിൽക്കുന്ന ഷെറിൻ കാരണം തന്നെയാകാം. ഷെറിൻ്റെ ഈ മാറ്റം തന്നെയാകാം. നീ എന്നോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ ഓരോ വാക്കുകളുമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുമാവാം. അതുകൊണ്ട് തന്നെ
ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും തൻ്റെ നമ്പറുള്ള കാർഡെടുത്ത് അലീനയുടെ കയ്യിലേക്ക് വെച്ച് നീട്ടുകയായിരുന്നു ടോണി. ടോണി ഹാളിലേക്ക് ചെന്നിട്ട് ചാച്ചൻ്റെയും റോബർട്ടിൻ്റെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചാച്ചനോടായിട്ട് ടോണി പറയുന്നുണ്ട്, ഞാൻ പോവാണ്. നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിന്ന് എൻ്റെ ബലം കാണിക്കാനൊന്നുമല്ല ഞാനിവിടേക്ക് വന്നത്. ഒരിക്കലും വരരുതെന്ന് വിചാരിച്ചതുമാണ്. പക്ഷേ എന്നെ തേടി വന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടെടുത്ത് നിന്നും പുതിയതെന്തെങ്കിലുമൊക്കെ തന്നിലേക്കുണ്ടെന്ന് ആഗ്രഹിച്ച് വന്നവർ. അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു. ആ കുഞ്ഞിനെ തേടി ഇവിടെ വന്നപ്പോൾ നിങ്ങളെന്നെ പട്ടി ആട്ടുന്ന പോലെ ആട്ടിയപ്പോൾ എനിക്കതൊരു വാശിയായി. ആ കുഞ്ഞിനെ കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥർക്ക് അതിനെ കൊടുക്കണമെന്ന്. നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. കുറച്ച് മുമ്പ് അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ലേ? അവളത് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. കാരണം അവളത് അനുഭവിച്ച ഒരാളായതുകൊണ്ട്. അതൊരു മനുഷ്യപ്പറ്റുള്ള ഏതൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകും. നിങ്ങളും ഒരല്പം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ രക്തത്തിൽ പിറന്ന ആ കുഞ്ഞ് എവിടെയെങ്കിലും ഒരു അനാഥയെപ്പോലെ വളർന്ന് ഭാവി ജീവിതം മുന്നിൽ കാണാതെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടല്ലോ. അതിനെ മറികടന്ന് ഇത്രയും നിങ്ങളെക്കാളും ഒരു പടി മുന്നിലാണ് ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ. ആ കൊച്ചിന് അങ്ങനെ നല്ലൊരു ഭാവിയുള്ളപ്പോൾ നിങ്ങളായിട്ട് എന്തിനാണ് തല്ലിക്കെടുത്തുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ആ അലീനയോടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി ആലോചനയ്ക്കൊടുവിൽ ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള സത്യം. ആ പെൺകുട്ടി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പോകുന്നത്. ഒരു 10-20 വയസ്സായ പെൺകുട്ടിയുടെ വാക്കിൻ്റെ പുറത്തല്ല, ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ളൊരു പെൺകുട്ടിയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാനിവിടെ നിന്നും പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടോണി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. റോബർട്ട് ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ചാച്ചനൊരല്പം ദേഷ്യം തോന്നി അലീനയുടെ അടുത്ത്. അലീനയുടെ അരികിലേക്ക് ചെന്നിട്ട് ചാച്ചൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്ത് കണ്ടിട്ടാണ് അവനെ സഹായിക്കാമെന്ന് പറഞ്ഞതെന്ന്. അലീന ചാച്ചനോടായി ചോദിക്കുന്നുണ്ട്. ചാച്ചന് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ ചാച്ച? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളാരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അവളുടെ ഈ പ്രായത്തിൽ അച്ഛനെയും അമ്മയെയും ഒക്കെ വേണ്ട സമയമാണ്. എന്തിനാണ് അവളെ ഒരു അനാഥ എന്ന അഡ്രസ്സോടു കൂടി വളർത്തുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടല്ലോ. ആ കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾ എനിക്ക് ആ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ മതി. നിങ്ങളൊന്ന് കാണാൻ പോലും വരണ്ട. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങളെ ആരെയും ഞാൻ കാണിക്കണ്ടെന്നും പറഞ്ഞോളാം ടോണി ചേട്ടൻ്റെ അടുത്ത്. എന്തിനാ ചാച്ച? നമ്മൾ ഒരു ജീവിതമല്ലേ നമുക്കൊക്കെ ഉള്ളൂ. ആ ജീവിതത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ചാച്ച? അലീന വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുകയാണ്. ചാച്ച, എനിക്കൊന്ന് പറഞ്ഞു തരോ, നിങ്ങൾ എവിടെയാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്ന്? ഞാൻ അവിടെ നിന്നും അന്വേഷണം തുടങ്ങിക്കൊള്ളാം. എനിക്ക് ഈ നാടും നാട്ടുകാരെയോ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു ക്ലൂ തന്നാൽ മതി ചാച്ച. നിങ്ങൾ ഏൽപ്പിച്ച ആ ഓർഫനേജ് ഉണ്ടല്ലോ, അവിടെ നിന്നും ഓരോ കുഞ്ഞിനെയും അവിടെ നിന്നും മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായ അഡ്രസ്സോട് കൂടി തന്നെ ഓർഫനേജിലുണ്ടാവും രജിസ്ട്രിയിൽ. അവിടെ നിന്നും അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരുപാട് ഓർഫനേജുകൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾ ഏൽപ്പിച്ച ഈ ഓർഫനേജ് എങ്കിലും ഒന്ന് പറഞ്ഞു തരുന്നതെന്നൊക്കെ അലീന വളരെ ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് തന്നെ പറയുകയാണ് ചാച്ചൻ്റെ അടുത്ത്. അപ്പോൾ ചാച്ചൻ അലീനയോട് പറയുന്നുണ്ട്, എന്തോ ഒരു മനസ്സലിവ് തോന്നിയിട്ടോ അല്ലെങ്കിൽ അലീന പറഞ്ഞ വാക്കുകളൊക്കെ തൻ്റെ മനസ്സിൽ തട്ടിയിട്ടോ എന്തെന്നറിയാതെ തന്നെ ചാച്ചൻ പറയുന്നുണ്ട്, നീ എനിക്ക് അല്പം സമയം തരണം, എനിക്കത് അന്വേഷിക്കണം, ആലോചിക്കണം. അല്ലാതെ നീ ഈ എടുപിടിയെന്ന് പറയുമ്പോൾ എനിക്കതിന് ഉത്തരം തരാൻ കഴിയില്ല അലീന എന്ന് പറഞ്ഞുകൊണ്ട് ചാച്ചൻ തന്നെ മുറിയിലേക്ക് പോവുകയാണ്. അലീന ആകെപ്പാടൊരു നിരാശയിലായെങ്കിലും എന്തോ ഒരു പ്രതീക്ഷ തന്നിൽ ചാച്ചൻ വെച്ചതുപോലെ അലീനയ്ക്ക് തോന്നി. അലീന റോബർട്ടിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്,
പാപ്പനെ അറിയാമോ ആ കുഞ്ഞിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സൂചനയെന്ന്. അദ്ദേഹം ഒന്നും തന്നെ പറയുന്നില്ല. ഒരിക്കൽ കൂടി ആൻസിയാണ് ഇടപെടുന്നത്. ആൻസി ചോദിക്കുന്നുണ്ട്, നിങ്ങളാരും വളർത്തണ്ടല്ലോ, നിങ്ങളുടെ ആരുടെയും ഒന്നും ആ കുഞ്ഞിന് കൊടുക്കണ്ട. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാരെ കയ്യിൽ അത്രയ്ക്ക് സ്വത്തും പണവും ഒക്കെ ഉണ്ട്. നിങ്ങൾ പിന്നെ എന്തിനാണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവർ കൊണ്ടുപോയി വളർത്തിക്കോളുമല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പോലും ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അവർ അതും ചെയ്തോളും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ആ അലീനയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു ആൻസി പറയുമ്പോൾ റോബർട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ലടി, ഞാനത് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ചാച്ചൻ പറഞ്ഞല്ലോ ഞാൻ ആലോചിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നൊക്കെ. ചാച്ചൻ എന്തെങ്കിലും വെറുതെ പറയില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ചാച്ചൻ അങ്ങനെ എന്തെങ്കിലും പറ്റാത്ത കാര്യമാണെങ്കിൽ ചാച്ചൻ ആരുടെയും മുഖം ഒന്നും നോക്കത്തില്ല. ഓൺ ദ സ്പോട്ട് ചാച്ചൻ മുഖത്ത് നോക്കി തന്നെ പറയും എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് റോബർട്ടും അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അലീനയും ആൻസിയും ഷെറിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഒരിക്കലും വിഷമിക്കരുത്. എന്തായാലും ഈ 4 വർഷത്തോളം ആൻറ്റി സഹിച്ചതല്ലേ, എല്ലാം ഉപേക്ഷിച്ച പോലെ ആയിരുന്നില്ലേ ആൻറ്റിയുടെ അവസ്ഥ. ഇനി ആൻറ്റി വിഷമിക്കരുത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാലേ അതിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണം. ആൻറ്റി ആ കുഞ്ഞിനെ പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആൻറ്റി ഇപ്പോഴും കണ്ടില്ലേ ടോണിച്ചേട്ടൻ ആൻറ്റിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ആ മുഖത്ത് നോക്കിയിട്ട് ആൻറ്റിക്ക് തോന്നിയായിരുന്നോ? ഒരിക്കലും ഇല്ല ആൻറ്റി. അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻറ്റിയോട് അദ്ദേഹത്തിന് ആകെയുള്ള ദേഷ്യം അദ്ദേഹത്തിനെ ചതിച്ചു കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അത് ഏതൊരാൾക്കായാലും ഉണ്ടാവില്ലേ. ഒരുപാട് ജീവിതം പ്രതീക്ഷിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ 1.5 കൊല്ലത്തോളം ഭാര്യയുമായിട്ട് ഇതാണ് തൻ്റെ ജീവിതമെന്നും ഇതാണ് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷമെന്നും ചിന്തിച്ച് നടന്നിരുന്ന ഒരാളുടെ ഉള്ളിലേക്ക് കടന്നു വന്നതായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യം. അത് ഏതൊരാളാണ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ആൻറ്റി പരമാവധി ആൻറ്റി ശ്രമിക്കണം ആൻറ്റിയുടെ പഴയ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ടെന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുകയാണ് ഷെറിനോട്. ഷെറിൻ ഒന്നും തന്നെ പറയുന്നില്ല. ഷെറിനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അലീനയും ആൻസിയും ഷെറിൻ്റെ അടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോയി അപ്പുറത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഷെറിൻ അലീനയെ വിളിക്കുന്നുണ്ട്. അലീന പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ ഒരു വട്ടമെങ്കിലും എനിക്ക് ഞാൻ പ്രസവിച്ച ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. മറ്റൊന്നിനുമല്ല, അവൾ എന്നെപ്പോലെയാണോ അല്ലെങ്കിൽ അവളുടെ പപ്പയെ പോലെയാണോ എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെറിൻ തൻ്റെ മുറിയുടെ ജനലിനരികിലേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ആൻസിയെയോ അലീനയെയോ തിരിഞ്ഞു നോക്കാൻ പോലും ഷെറിന് താല്പര്യമില്ലായിരുന്നു. ഇനി ചെന്ന് നിന്ന് ഷെറിനോട് സംസാരിച്ചാൽ അവൾ വല്ലാതെ കരയുമെന്നും അവളുടെ മനസ്സിനെ വല്ലാതെ അത് നോവിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീനയും ആൻസിയും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അലീന തൻ്റെ ഫോണിൽ തൻ്റെ പപ്പയെ വിളിക്കുകയാണ്. ഉടനെ തന്നെ സ്റ്റാൻലി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ അലീന, എന്താ വിളിച്ചതെന്ന്. ആ ഗൗരവമൊന്നും വിട്ടിട്ടില്ല കേട്ടോ സ്റ്റാൻലിക്ക്. അപ്പോൾ സ്റ്റാൻലിയോടായിട്ട് അലീന പറയുന്നുണ്ട്, പപ്പ ഞാനേ പപ്പയോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനാണ് വിളിച്ചതെന്ന്. മുഖവുരയൊന്നും വേണ്ട, നിനക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാമെന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പപ്പയ്ക്ക് നമ്മുടെ റാണി ആൻറ്റിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എന്തെങ്കിലും അറിയാമോ പപ്പ? എന്ന് വെച്ചാൽ സംഭവിച്ചത് എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ അതിനെക്കുറിച്ചല്ല കേട്ടോ ചോദിച്ചത്. അതായത് നമ്മുടെ റാണി ആൻറ്റിയുടെ കുഞ്ഞിനെ കുറിച്ചിട്ട്, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞ് എവിടെയാണെന്നോ എന്തെങ്കിലും. എന്തായാലും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒരുപക്ഷെ പ്രസവത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ?
അങ്ങനെയായിരുന്നുവെങ്കിൽ അതൊറ്റ വാക്കിൽ അവർക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചാച്ചനെ തന്നെയാട്ടോ. കാരണം ചാച്ചൻ അതിന് പകരം ചാച്ചൻ ആദ്യത്തെ വട്ടം ടോണിച്ചേട്ടനോട് പറഞ്ഞു വിട്ടത് ഇവിടെ എവിടെയോ ഉള്ളൊരു ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ ആ കുഞ്ഞുണ്ടെന്നാണ്. പാവം ടോണിച്ചേട്ടൻ ഒരുപാട് അന്വേഷിച്ച് നടന്നു. വീണ്ടും തന്നെ അവരെല്ലാവരും പറ്റിക്കാണെന്ന് അറിഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ വന്ന് കിടന്ന് വല്ലാത്ത ബഹളം വെച്ചു എന്ന് അലീന പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അവൻ ഇന്നും വീട്ടിൽ വന്നോ? ബഹളം വെച്ചെന്നോ? അതേന്നേ, ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനാ പപ്പ പറഞ്ഞ് ഒതുക്കി വിട്ടതെന്ന് പറയുമ്പോൾ സ്റ്റാൻലി ഒന്ന് ചിരിക്കുകയാണ്. ആ ചിരി കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ പപ്പ ഒന്ന് കളിയാക്കി ചിരിച്ച പോലെ? ഏയ്, ഞാൻ കളിയാക്കിയൊന്നും ചിരിച്ചതല്ലടി. നിൻ്റെ വർത്താനം കേട്ടിട്ട് ചിരി വന്നു പോയതാ. മുട്ടന്മാർ പോലത്തെ അവിടെ 2-3 ആണുങ്ങളുണ്ടായിട്ടേ നിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ മിണ്ടായതേ പോയി എന്ന് പറഞ്ഞത് കേട്ടിട്ടാണെന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ വാക്കും കേട്ട് മിണ്ടാതെ ഒന്നും പോയതല്ല. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നത് വരെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറി വരികയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, കണ്ടവന്മാർക്ക് കയറി നിറങ്ങാനുള്ളതാണോടി ഞങ്ങളുടെ കൊട്ടാരമുറ്റം തറവാടെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതെന്ത് വർത്താനാ പപ്പ പറയുന്നത്? ഏതാണ് ഈ കണ്ടവന്മാർ? അദ്ദേഹം എങ്ങനെയാ ഈ കൊട്ടാരമറ്റത്ത് കണ്ടവന്മാരാവുന്നത്? നിങ്ങളുടെയൊക്കെ ഒരേ ഒരു പെങ്ങളുടെ ഭർത്താവല്ലേ അദ്ദേഹം? അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്നും തിരിച്ച് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി വീണ്ടും അലീനയോട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ എന്ത് പറഞ്ഞിട്ടാ അവനെ പറഞ്ഞു വിട്ടു നീ പറയുന്നേ? പറഞ്ഞു വിട്ടു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു അദ്ദേഹം അന്വേഷിച്ച് നടക്കുന്ന ആ കുഞ്ഞിനെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാമെന്ന്. ചാച്ചൻ്റെ അടുത്ത് നിന്നും ആ കുട്ടി എവിടെയാണെന്നുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമെന്നും. നീ എന്നാത്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റാൻലി അലീനയെ വഴക്ക് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ചാച്ചൻ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പപ്പ. കാരണം ചാച്ചനോട് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താനോ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ആരും പറയുന്നില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാനുള്ള ആസ്തിയും പണവും ഒക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെയുള്ള അവരല്ലേ ആ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നതിൽ ആർക്ക് എന്താണ് കുഴപ്പമെന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ സ്റ്റാൻലിയോട് അലീന പറയുന്നുണ്ട്. അലീനയോടായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറയുന്നത് നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടണ്ടെന്നാ. ഈ കാര്യങ്ങളിലൊന്നും ഞാൻ പോലും ആരുടെ കാര്യത്തിലും ഇടപെടാറില്ല. ഈ കാര്യത്തിലെന്നല്ല ഒരു കാര്യത്തിലും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൾ എന്തിനാണ് ഇടപെടാൻ നിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ പറയരുത് പപ്പ, ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ. അത് നമ്മളെ കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവളുടെ വീട്ടുകാരെ ഏൽപ്പിക്കാൻ പറ്റിയാൽ അതത്രയും സന്തോഷമുള്ള കാര്യമല്ലേ. നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കുടുംബം തന്നെയല്ലേ. അവളുടെ വീട്ടുകാർക്ക് അത്രയ്ക്ക് ആസ്തിയും പണവും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അവളെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവരാണെന്ന്. അങ്ങനെയുള്ളവരെ എന്തിനാണ് ആ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തുന്നത്? അവർക്കും ഈ പറഞ്ഞ പോലെ ആരുമില്ലെന്നല്ലേ പറയുന്നത്. എന്തായാലും പപ്പയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമെന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി എടുത്തടിച്ച് പറയുന്നുണ്ട്, ഒരിക്കലും സാധിക്കില്ല. നിന്നോട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ വരുത്തി വെച്ചവർ തന്നെ തുടക്കവും അവസാനവും വരെ കൊണ്ടു നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് സംശയം തോന്നി അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിൽ പപ്പ ഇടപെടില്ല എന്നിങ്ങനെ വളരെ വാശിയോടുകൂടി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പപ്പയുടെ സഹോദരിയല്ലേ. അവർക്കെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ സഹായിക്കേണ്ടത് പപ്പയല്ലേ. അങ്ങനെയുള്ള പപ്പ എന്തിനാണ് അവരെ സഹായിക്കില്ലെന്നും അവരുടെ കൂടെ നിൽക്കില്ലെന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നീ എന്തിനാണ് അതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് അലീന? നിനക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നീ വിട്ടുകളയുക. നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നീ നിന്നിലേക്ക് സ്വീകരിക്കുക. അതായിരിക്കും നമ്മൾക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് അയാൾ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്,
പപ്പ ഈ കാര്യത്തിൽ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പപ്പ ഈ കാര്യത്തിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. പപ്പ മൂത്ത സഹോദരനല്ലേ, അപ്പോൾ ചാച്ചനെ പോലെ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി ഇവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളുമാണ് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിനക്കറിയണോ ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലൊന്നും ഇടപെടാത്തതെന്ന്? അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കത് നിന്നോട് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയെങ്കിൽ നീ മറ്റുള്ളവരുടെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വെച്ചോട്ടെ, അതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. ഷെറിൻ്റെ കേസിൽ ഷെറിൻ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അവനെക്കുറിച്ചും അവൻ്റെ വീട്ടുകാരെക്കുറിച്ചും അന്വേഷിച്ചപ്പോഴും നമ്മളുടെ തറവാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവൻ്റെ വീട്ടുകാരുമായിട്ട് നമ്മൾ ഈ ബന്ധം ഉറപ്പിക്കുകയും മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തത്. മനസ്സമ്മതത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പല്ലേ ഈ പയ്യൻ മരിക്കുന്നത്. ഇവർ ഒരുപാട് നാൾ വിവാഹം നീട്ടിവെക്കുകയാണ് ചെയ്തത്. ഇവർക്കിപ്പോൾ വേണ്ട, ഇവർ രണ്ടാൾക്കും ജോലി സെറ്റായതിന് ശേഷം മാത്രം വിവാഹം എന്ന കാര്യം മുന്നോട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് ഇവർ പറയുന്നത് ഇവർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം, വിവാഹശേഷം ഇവർക്ക് പുറത്തു പോകണം, പുറത്തു പോയിട്ട് ഇവർക്ക് ജോലി നോക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളും വിചാരിച്ചു എന്തിനാണ് നീട്ടിവെക്കുന്നത്, കാരണം അവൾക്കും അന്ന് 10-25 വയസ്സ് പ്രായമുണ്ട്, അപ്പോൾ അതൊരു കല്യാണ പ്രായം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കല്യാണം നമ്മൾ ആലോചിക്കുകയാണ് ചെയ്തത്. വിവാഹാലോചന മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷെറിൻ്റെ ആ പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി, അലീന എന്ന് അദ്ദേഹം അതിനിടയ്ക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് പപ്പ കാര്യം പറയേ എന്ന്. അപ്പോൾ അദ്ദേഹം വീണ്ടും അത് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അവരുടെ വിവാഹാലോചന മുന്നോട്ട് വെച്ചു. അവരുടെ മനസ്സമ്മതത്തിന് കുറച്ച് നാൾ മുമ്പാണ് ഇവർക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതും ആ പയ്യൻ മരിക്കുന്നതും ഒക്കെ. ആ പയ്യൻ മരിച്ച് ഷെറിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, വല്ലാത്തൊരു ഡിപ്രഷനായിരുന്നു. അതിനിടയിൽ ഒരു 2-3 മാസങ്ങൾ 3-4-5 മാസങ്ങളോളം ഇങ്ങനെ കടന്നു പോകെ ഷെറിനെ പോലും ശ്രദ്ധിക്കാത്തൊരു സമയമായിരുന്നു അതെല്ലാം. ആ സമയങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുകയാണ്. ഇവളുടെ ശാരീരികാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ നേരെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും ഇവൾക്ക് വോമിറ്റിങ്, ശാരീരിക തളർച്ച, അങ്ങനെ ഓരോന്നിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ആ സമയം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരിലും ഉണ്ടായത്. കാരണം ആ പയ്യൻ മരിച്ചുപോയി, നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ആ പയ്യൻ മരിക്കുമ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അതായത് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവർ രണ്ടാമത് നമ്മളോട് വിവാഹം പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചതെന്ന് പിന്നീടൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് നമ്മൾ അബോർഷൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ ശാരീരികമായിട്ട് ഇവൾക്ക് അബോർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിക്കട്ടെ എന്നൊരു കണ്ടീഷനിലോട്ടെത്തി കാര്യങ്ങൾ, അല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥ. ആ സമയത്ത് ഞാൻ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവളെയും കുഞ്ഞിനെയും നോക്കാനുള്ള ഉത്തരവാദിത്തം ഇനി നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ ഇവൾ പ്രസവിക്കുമ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ഇതുപോലെ മരിച്ചു പോവുകയാണെങ്കിലും നമ്മൾ ആ കുഞ്ഞിനെയും ഇവളെയും നോക്കണ്ടേ. അതേപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് ഞങ്ങളുടെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊക്കെ ഞാൻ ചാച്ചനോട് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ചാച്ചനൊക്കെ അന്ന് കല്യാണം കഴിയാത്ത മകൾ പ്രസവിച്ചു, ആ ചെക്കൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവളും ഇവളുടെ കുഞ്ഞുമൊക്കെ ആർക്കും ബാധ്യതയാവരുത്, അതുകൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കാം, കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലാക്കിയിട്ട് സ്വന്തം മകളുടെ ജീവിതം സുരക്ഷിതമാക്കാം എന്നൊരു ചിന്ത മാത്രമായിരുന്നു ചാച്ചനുണ്ടായത്. അനിയന്മാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം അവരുടെയൊക്കെ തലയിൽ ഈ കുഞ്ഞും അവളും ആവുന്നുള്ള ചിന്ത വെച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതാണ്, അവളെയും കുഞ്ഞിനെയും ഞാൻ സ്വീകരിച്ചു കൊള്ളാം, അതിനപ്പുറത്തേക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിനും സ്റ്റാൻലി കൂട്ടുനിൽക്കില്ലെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു.
അന്ന് അവരപ്പോൾ എൻ്റെ വാക്കുകളൊക്കെ തള്ളിക്കളഞ്ഞു. അവർക്ക് അവർ പറയുന്നത് മാത്രമായിരുന്നു വലുത്. അതിനുശേഷം ഞാൻ ഈ പറയുന്ന നമ്മുടെ റാണിമോളുടെ കാര്യത്തിൽ ഒന്നിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഒരു പയ്യനെ അവർ ആലോചിച്ചു, കണ്ടെത്തി, അവളെ വിവാഹം കഴിച്ച് അവർ പുറത്തേക്ക് അയച്ചു. അന്നും ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ പിന്നീട് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന്. ഒരു കാലത്തും കള്ളം മൂടി വയ്ക്കപ്പെടില്ല, അതെന്നെങ്കിലും മറ നീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്ന്. ആരും എൻ്റെ വാക്കെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി എൻ്റെ വാക്കിന് ഞാൻ മാത്രമാണ് വില കൊടുക്കുന്നത്. മറ്റുള്ളവർ വില തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആ സ്ഥാനത്തേക്ക് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ലീന. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പറയുന്നത് എൻ്റെ മകളും അതിൻ്റെ ആവശ്യമില്ലെന്ന്. സ്റ്റാൻലി ഓരോ വാക്കുകൾ പറയുമ്പോഴും സ്റ്റാൻലിയുടെ ഉള്ളിലെ ആ ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറി വരുന്നത് അലീനയിൽ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഫോണിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിലും തൻ്റെ പപ്പയുടെ ഉള്ളിൽ നിറച്ച ആ കാര്യത്തിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പയ്യനെ ചതിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഒരാൾ വരുമ്പോൾ അയാളിൽ വിവാഹം കഴിപ്പിച്ചാൽ മതിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടും ആരും കൂട്ടാക്കാത്തതിൻ്റെ ദേഷ്യമൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അലീന അപ്പോൾ തൻ്റെ പപ്പയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പപ്പ, ഞാൻ ആരെക്കുറിച്ചും ഓർത്തിട്ടല്ല, ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു പക്ഷേ എന്നെ ആ ചെറുപ്രായത്തിൽ തന്നെ ആരെങ്കിലും വന്ന് എന്നെ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ ഓരോ വീടുകളും കയറി ഇറങ്ങി എൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ച് നടക്കേണ്ട ഒരവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ. നിങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നെ തന്നെയാണ് പപ്പ ആ കുഞ്ഞിൽ കാണാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആരോ പറയുന്നത് കേട്ടു 4-4.5 വയസ്സൊക്കെ ആ കുഞ്ഞിനുണ്ടാവത്തുള്ളൂ എന്ന്. ആ കുഞ്ഞിനെ ഈ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ മാതാപിതാക്കളെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. ഞാൻ അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടി പപ്പയുടെ സഹായം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രതീക്ഷിക്കുകയാണെന്ന് അലീന പറയുമ്പോൾ സ്റ്റാൻലിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മകളെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു മനോവിഷമം പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് കയറി കൂടുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെയും ശുഭരാത്രി. ചാനൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.